ഞാൻ എൻ്റെ ലൈഫിൻ്റെ മുക്കാൽ ഭാഗവും ഉപയോഗിച്ച് എൻ്റെ മക്കളെക്കാൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ഒരു ഞാനാക്കിയ സ്ഥാപനമാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കത്തിയാൻ പറഞ്ഞത്. കോഴിക്കോട് നഗരമധ്യത്തിലുണ്ടായ തീപിടുത്തത്തിൻ്റെ ഞെട്ടൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനമാണ് കത്തിയമർന്നത്. തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കോടികളുടെ നാശനഷ്ടവുമാണ് ഉണ്ടായത്. ആ അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഈ കത്തിയമർന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൻ്റെ ഉടമ പി മുകുന്ദൻ ഇനി മുക്തനായിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. പതിറ്റാണ്ടുകളായി അങ്ങയുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സ്ഥാപനമാണ് കത്തിയമർന്നത്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോഴും ഒരു വ്യക്തമല്ല. അത് സ്ഥാപനം അന്ന് ലീവായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ സ്ഥാപനത്തിലെത്തുന്ന സമയത്തേക്ക് അത് തീ പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൻ്റെ മുക്കാൽ ഭാഗവും ഉപയോഗിച്ച് എൻ്റെ മക്കളെക്കാൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ഒരു ഞാനാക്കിയ സ്ഥാപനമാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കത്തിയാൻ പറഞ്ഞത്. കണ്ടു നിൽക്കാൻ പറ്റാതെ ഞാൻ വളരെയധികം വിഷമിച്ചു. പക്ഷേ അവിടെ നാട്ടുകാരും അവിടുത്തെ പോട്ടർമാരും ഫയർ സർവീസും എല്ലാം ചേർന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും മറ്റുള്ള ബിൽഡിങ്ങിലേക്കൊന്നും തീ പടരാതെ രക്ഷിച്ചു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് വളരെയധികം സ്റ്റോക്കുള്ള സമയമായിരുന്നു. സ്കൂൾ യൂണിഫോം സ്കൂൾ തുറക്കുന്ന ആ ഒരു പീരിയഡ് ആയതുകൊണ്ട് വളരെയധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. കോടികളുടെ സ്റ്റോക്കും സ്ഥാപനം തന്നെ ഇത്രയും കാലം ഒരുപാട് ശ്രമിച്ചിട്ടാണ്, നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇത് എത്തിച്ചിട്ടുള്ളത്. എന്ന് തന്നെയായാലും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്ര ആഴത്തിൽ എത്തിയിരുന്നത് എന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ജനങ്ങളും ഞാനാക്കിയ കസ്റ്റമേഴ്സും സപ്ലയേഴ്സും മില്ലുകളും എല്ലാവരും തന്നെ എന്നെ എങ്ങനെ വിളിച്ച് ആശ്വസിപ്പിച്ചും സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെയധികം എനിക്കൊരു ഇത് തോന്നുന്നുണ്ട്. 1-2 ദിവസത്തേക്ക് ഞാൻ ആകെ സ്റ്റക്കായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാഫും കുടുംബാംഗങ്ങളും മക്കളും എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രതിജ്ഞ എടുത്തു. ഞങ്ങൾ ഇത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് അതിൻ്റെ ഒരു ഇതിലേക്ക് ഞങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് സ്റ്റാഫ് അംഗങ്ങൾ വളരെയധികം ഉന്മേഷത്തോടു കൂടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ മക്കളും വീട്ടുകാരും എല്ലാവരും വന്ന് ഞങ്ങളത് ആ ദിവസം വീട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മളെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണിത്, ILAVNC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടേക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെയാണ് ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ കാണുന്നില്ല. സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു സ്കൂളിനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സിനോ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിക്കാതെ ഇരിക്കില്ല. അത് ഞങ്ങളെ മില്ലുകളും നമ്മളെ സപ്ലയേഴ്സ് എല്ലാവരും തന്നെ അതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ സാധനങ്ങൾ പ്രൊഡക്ഷൻ നടത്തി നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ സ്ഥാപനം കത്തിപ്പോയി എന്നുള്ള നിലയിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല. കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുക എന്നല്ലാതെ ഞങ്ങൾ ഈ സാധനങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ സ്ഥാപനം ഞങ്ങൾ പ്രതിജ്ഞയെടുത്തപ്പോൾ തന്നെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഇത് ഉയർന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതിന് കാരണം പറയുന്നത് എൻ്റെ നാട്ടുകാരുടെ സഹായവും പിന്നെ കസ്റ്റമേഴ്സിൻ്റെ സഹായവും ബാക്കി നമ്മളെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഇങ്ങനെ എന്നെ ആശ്വസിപ്പിച്ചിട്ടും ഈ സഹായ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ടും കോർപ്പറേഷൻ അടക്കമുള്ള ആളുകൾ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് തന്നെയാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലെ സാധനങ്ങളും ആ സ്ഥാപനം മാത്രമേ കത്തി നശിച്ചിട്ടുള്ളൂ. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് വളരെയധികം ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതെൻ്റെ മനസ്സിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ മനസ്സിലും മക്കളുടെ മനസ്സിലും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ സ്ഥാപനം ഒരിക്കലും ഭൂമിയുള്ള കാലം വരെ ഇത് നശിക്കാതെ ഇരിക്കും എന്നുള്ളത് ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. മറ്റൊന്ന്, ഇപ്പം കൃത്യമായി എത്ര വർഷമായി ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങി? ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്തും
ഈ പ്രളയ സമയത്തെല്ലാം കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടിപ്പോയിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങളിങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയമാണിത്. ഞങ്ങളുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചിട്ട് ഈ സ്ഥാപനം നല്ല രീതിയിൽ വളർന്ന് ഒരു 90% ഞങ്ങളെ ബുദ്ധിമുട്ടും എല്ലാവരുടെ സഹായത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ്, നമ്മളെ കുടുംബാംഗങ്ങളെ പോലെ ഉള്ള കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവരും വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഞങ്ങൾക്കത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിരുന്നു. അത്രയും നല്ല സ്റ്റോക്കും അത്രയും നല്ല ഇതുമുള്ള സമയത്താണ് ഇത് സംഭവിച്ചത്. ഇതിനുമുമ്പ് ഈ തീപിടുത്തം പോലത്തൊന്നും ആ ബിൽഡിങ്ങിലോ ഇതിലോ ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഈ തീപിടുത്തം പോലത്തെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് മുമ്പ്? ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കൃത്യമായി എത്ര വർഷമായി ഇത്? 40 വർഷത്തോളമായി ഞങ്ങളിത് തുടങ്ങിയിട്ട്. ഇതിപ്പം വേറൊരു ഈ തീ പിടിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും വസ്തുക്കൾ ഇതിനകത്തുണ്ടോ? ഈ സ്റ്റോക്ക് സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ്, ഗോഡൗൺ ആയിരുന്നു, അവിടെ അത്തരം സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞങ്ങളെ ഗോഡൗണും പിന്നെ സെയിൽസും എല്ലാം ബില്ലിങ്ങും എല്ലാം അവിടെ തന്നെയായിരുന്നു. വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഗോഡൗണോ ബാക്കിയുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് അവിടെ തന്നെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. തീ പിടിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ മനസ്സിലും അല്ല എൻ്റെ ഇതിൽ ഒരു കാരണവശാലും തീ പിടിക്കാനുള്ളൊരു കാരണം ഉണ്ടായില്ല. ഇതിപ്പോൾ 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പെട്ടെന്നൊരു ദിവസം വലിയ തോതിൽ തീപ്പെട്ടിരുന്നു. അപ്പോൾ എന്തായിരിക്കും അതിലേക്ക് നയിച്ചത്? ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? ഒന്നും എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പം കേരള ഇലക്ട്രിസിറ്റി ബോർഡിനായാലും ആർക്കും ഒരു കണ്ടുപിടിക്കുക അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എങ്ങനെയാണ് വന്നതെന്നുള്ള അവർ കണ്ടുപിടിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ അന്വേഷണം നടക്കുകയാണ്, പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ഫയർഫോഴ്സ് ഉൾപ്പെടെ, ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഒന്നും ലഭിച്ചില്ല, ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ തീപിടുത്തം ഉണ്ടായ സമയം താങ്കളുടെ എത്തുന്നു, ആദ്യം ചെറിയ രീതിയിലുള്ളൊരു പുകയാണ് വരുന്നത്, പിന്നീട് അത് വ്യാപകമായി ഇതാണ്. അതിലെന്തെങ്കിലും വീഴ്ച തീ അണക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചതായിട്ട് കരുതുന്നുണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ഫയർ സർവീസ് എല്ലാം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനവിടെ വന്ന് ഞാൻ നല്ലൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി എന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോകായിരുന്നു. അതെ, എനിക്ക് അവിടെ നിന്ന് കണ്ടു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പിന്നെ എന്ത് സംഭവിച്ചതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വേറൊരു ആക്ഷേപം വരുന്നത്, ഈ കെട്ടിട നിർമ്മാണത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ട്, ആ നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡം പാലിച്ച് തന്നെയായിരുന്നു ഈ കെട്ടിടം നിർമ്മിച്ചതും അതിൻ്റെ പ്രവർത്തനമല്ല? അതെ, ഒരു അനധികൃത പ്രവർത്തനങ്ങളും ഞങ്ങൾ അവിടെ ചെയ്തിട്ടില്ല. എല്ലാം കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാം നിയമപരമായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അതെല്ലാം അതേപോലെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കെട്ടിടം പിന്നീട് ഈ ആദ്യം ഒരു നില ഉണ്ടായിരുന്നത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാണല്ലോ ചെയ്തത്? അല്ല, അത് അവിടെ കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആണല്ലോ. ഞങ്ങൾക്ക് ചോർച്ച വന്നിരുന്നു. അപ്പോൾ ചോർച്ച വന്ന സമയത്ത് അത് മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് അത് ഉപയോഗിക്കാനുള്ള വാടക കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ കോർപ്പറേഷൻ തരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തന്നെ സ്വന്തം ചെലവിൽ നിർമ്മിച്ചെടുത്താണ് മുകളിലേക്കുള്ള ഭാഗം. ഈ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ, ഈ അഗ്നിശമന സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു കെട്ടിടത്തിൽ? അവിടെ അല്ല, ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ എല്ലാം ഉണ്ടായിരുന്നു, സ്ഥലത്തുണ്ടായിരുന്നു. അത്രയും അവിടെ ചെയ്യാനുള്ള സംവിധാനമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ബിൽഡിങ് കോർപ്പറേഷൻ്റെ ആയതുകൊണ്ട് അവരാണല്ലോ ചെയ്യുന്നത്. നമുക്കറിയില്ലല്ലോ എന്താ വേണ്ടതെന്നുള്ളത്. ഇത് സ്വാഭാവികമായ ഒരു തീപിടുത്തമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സംശയിക്കുന്നുണ്ടോ? അട്ടിമറി എൻ്റെ മനസ്സിലൊന്നുമില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ നമ്മളെ ഒരു കരിവാരി തെരിക്കുന്ന രീതിയിൽ പറയുകയുണ്ടായി. എന്ത് തന്നെയാലും ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം ഉണ്ടായ സമയത്ത് ആ രീതിയിൽ ഒരിക്കലും ഇനി മേലിൽ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോട് യാതൊരു ബന്ധവുമില്ലാതെ പല കഥകളും കെട്ടിച്ചമച്ച് ഒരു വാർത്തയ്ക്കൊരു മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഞാൻ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി മേലിലെങ്കിലും ഇത്രയും വലിയ ദുരന്തം അനുഭവിച്ചിരിക്കുന്ന ഒരാളെ ഇങ്ങനെ കുത്തി നോവിക്കരുത് എന്നാണ് ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. അപ്രോക്സിമേറ്റ്ലി എത്ര നഷ്ടത്തിൻ്റെ കണക്കാക്കുന്നുണ്ട്? ഒരു 10-20 കോടീൻ്റെ മേലെ അപ്രോക്സിമേറ്റ് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വളരെയധികം പ്രയാസപ്പെടുത്തി അധികം പെയ്ഡ് സ്റ്റോക്ക് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. എന്താ ഇപ്പം നല്ല ഡിമാൻഡുള്ള സമയമാണ്. പിന്നെ ഞങ്ങൾക്ക് അത്രയും ഈ മാർക്കറ്റിൽ നല്ല മത്സരിച്ച് സാധനങ്ങൾ വിൽക്കണമെങ്കിൽ അങ്ങനെ ക്യാഷ് റേറ്റിൽ തന്നെ വാങ്ങിയെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയായിരുന്നു.
ഈ തുണിത്തരങ്ങൾ മാത്രമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്, മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നത് ഈ കൂട്ടത്തിൽ? തുണിത്തരങ്ങൾ മാത്രമായിരുന്നു? തുണിത്തരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നമ്മളെ ഈ കുട്ടികളുടെ ഉടുപ്പ് എല്ലാതും തുണിത്തരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം യൂണിഫോം ആയിരിക്കും കൂടുതലല്ലേ? യൂണിഫോമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, ഷർട്ടിങ്ങുകൾ. എന്തായാലും കാരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അന്വേഷണം നടത്തി കണ്ടുപിടിക്കട്ടെ തന്നെ. അതെ, അന്വേഷണം കണ്ടി അവർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ റിപ്പോർട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല. എല്ലാവരുടെ ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇതാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ PP മുകുന്ദൻ ചേട്ടന് പറയാനുള്ളത്. 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. തീപിടുത്തം സംബന്ധിച്ച് എന്താണ് അതിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിനും വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ, ആ നിലയ്ക്ക് കണ്ടെത്തട്ടെ എന്നാണ് അദ്ദേഹവും പറയുന്നത്. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ.